താനൂർ രാജാവിനെ മതം മാറ്റിയില്ലേ ഫ്രാൻസിസ്? അതെ അതെ, ഗോവയിൽ നിന്ന് വന്നിട്ട് വേറൊരു പേരുമാക്കി, ആ പേരൊക്കെ ആക്കി ഡോൺ ജുവാൻ എന്നോ മറ്റുമൊക്കെ ആക്കി ഗോവയിൽ പ്രദക്ഷിണം എഴുന്നള്ളിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഗർവാബസി. പുള്ളിയുടെ കാരണം താനൂര് സാമൂതിരി പിടിച്ച് കുറെ സ്ഥലങ്ങൾ മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാർ ഇദ്ദേഹം മറ്റേ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞപ്പോൾ അത് പിടിച്ചു കൊടുത്തു. കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഗർവാബസി തിരിച്ച് ഹിന്ദുവായി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഓരോരോ കാലത്ത് ഓരോരോ ഗുണം ഉണ്ടാവുന്ന തരത്തിൽ അങ്ങനെ കേരള മനസ്സുകളിൽ അങ്ങനെ അടിച്ചുറപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു സിനിമ വരുന്നുണ്ടായിരുന്നു, ചെരമാൻ പെരുമാൾ എന്ന് പറയും. മമ്മൂട്ടിയായിരുന്നു ചെരമാൻ പെരുമാളായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സിനിമ വന്നില്ല. അത് മറ്റേ വാര്യൻ കുന്നൻ സിനിമ വരുന്നു എന്നും പറഞ്ഞ പോലെ തന്നെയാണത്. അത് വരുമായിരുന്നു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം, ഹൈന്ദവ സമൂഹം ഉയർത്തിയ അതിശക്തമായ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും തുറന്നുകാട്ടലും കൊണ്ടാണ് വാര്യൻ കുന്നൻ സിനിമ വരാതെ. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ പാഠപുസ്തകങ്ങളിൽ ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു ചേരമാൻ പെരുമാൾ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഉണ്ടായിരുന്നു. എന്തൊരു കള്ളക്കഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.